സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉണ്മ തുറന്നു പറഞ്ഞോളൂ, ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. എന്റെ സുഹൃത്തുക്കളെ, ഇന്നും അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. VC ആണോ, RC ആണോ, DC ആണോ, AB ആണോ, CD ആണോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അതിഭീകരമായിട്ടുള്ള പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് എന്നാകുമെന്നല്ലേ. എന്നാകുമെന്ന് ഇതാ ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. And we are waiting for that. In due time. How many time it will take? Due means? Due time is 23rd is the last day. So due time means due course of action. നിങ്ങൾക്ക് വല്ല പിടുത്തം കിട്ടിയ 23-ാം തീയതി വരെ, ഈ മാസം 23-ാം തീയതി വരെ ചർച്ചയാണത്രേ. അതായത് ഈ മാസമൊന്നും നിങ്ങൾ ആരും ഒരു മുഖ്യമന്ത്രി പ്രതീക്ഷിക്കേണ്ട. അതിന്റെ ഇടയിൽ 23-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് വെച്ചിരിക്കുക. അന്ന് വരെ ചർച്ചയാണത്രേ നടക്കാൻ പോകുന്നത്. അതിഭീകരമായ ചർച്ച. ശരി, ആയിക്കോട്ടെ. ചർച്ചക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഗംഭീര തല്ല് നടക്കുന്നുണ്ട് ആളുകൾ തമ്മിൽ. അപ്പൊ അതിനൊന്ന് അനുനയിപ്പിക്കണ്ടേ? വേണം. അതിനും ഇവർക്ക് മറുപടികളുണ്ട്. ഇതാ ഇങ്ങനെയാണ്. ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആയിക്കോട്ടെ. എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്ന് എല്ലാ പ്രവർത്തകരും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാവിജയമാണ്. പിന്നീട് ഇങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ, ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കല് കോൺഗ്രസിൽ വലിയ. എന്റെ പൊന്നു VD സതീശൻ ചേട്ടാ, നിങ്ങളിങ്ങനെ ചേരിതിരിഞ്ഞ് മുഖ്യമന്ത്രിക്ക് വേണ്ടി തല്ലുന്നതിൽ നിങ്ങൾക്കൊരു നാണക്കേടുമില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പുറത്ത് ചേരിതിരിഞ്ഞിട്ട് ഈ നാട്ടുകാര്, ഈ ആരാധക വൃന്ദങ്ങള് തല്ലുകൂടുന്നില്ല, അവർക്കൊരു നാണുമാനും ഇല്ലെന്നേ. അപ്പൊ പിന്നെ രണ്ടൊന്നും ശരിയാവുന്നില്ല. കേൾക്കാം. സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങൾ ഇതെല്ലാം ഒരു വിഭാഗീയത നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ഒരു പ്രചരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും വേണ്ടി ഇനി അങ്ങനെ പ്രചരണങ്ങൾ നടത്തരുത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കും, നമ്മളെ വോട്ട് ചെയ്ത UDF പ്രവർത്തകരെ വേദനിപ്പിക്കും, വോട്ട് ചെയ്ത ഭൂരിഭാഗം ജനങ്ങൾക്കും തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ശരി, സംഗതി കേട്ടെ. എന്തായാലും ഈ മാസം 23-ാം തീയതിക്കുള്ളിൽ, ഇന്നിപ്പോ എത്ര ഡേറ്റ്? പടച്ചന 9-ാം തീയതി ഇട്ടുള്ളൂ. ഈ മാസം 23-ാം തീയതിക്കുള്ളിൽ ആരാണ് നമ്മുടെ കേരളം ഭരിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി എന്ന കാര്യത്തില് ഒരു ഏകദേശ തീരുമാനം ഉണ്ടാവും. നമുക്കിതൊരു ഏകദേശ തീരുമാനം എന്ന് പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോ 3 വർഷം 3 ആളുകൾ ഭരിക്കുക, അങ്ങനെ പലതും തീരുമാനമായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. ഒരു ഉമ്മൻചാണ്ടി കാലഘട്ടം ഓർമ്മ ഉണ്ടല്ലോ. എന്തായാലും ഈ ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കലെ കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. കാരണം മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം ഏതൊക്കെ വകുപ്പ് ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളതാണ്. ആകെ മൊത്തം ടോട്ടൽ 21 മന്ത്രിമാര്. ഈ 21 മന്ത്രിമാരില് ഏകദേശം ഒരു 9 സീറ്റെങ്കിലും, 9 മന്ത്രിമാര് സീറ്റെങ്കിലും പുറമെയുള്ള ഘടകകക്ഷികൾ കൊടുക്കണം. അത് ലീഗുണ്ട്, പിന്നെ കേരള കോൺഗ്രസ് ഉണ്ട്, ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, പിന്നെ മാണി സി കാപ്പൻ അടക്കമുള്ള ആളുകൾ, പിന്നെ ജോൺ അടക്കമുള്ള ആളുകളൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ആകെ ഒരു 9 മന്ത്രി സീറ്റുകൾ അപ്പുറത്ത് കിടക്കുന്നു. ഇത് ആർക്കൊക്കെ വീതിച്ചു കൊടുക്കും എന്നുള്ള അടുത്തൊരു പ്രശ്നം. അതിന്റെ മേലെ ആയിരിക്കും മിക്കവാറും തല്ല്. തുടക്കമേ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളെ, നിങ്ങൾ ലീഗിന് തുടക്കത്തിൽ തന്നെ ഒരു 5 സീറ്റ് കൊടുത്താൽ നന്നായിരിക്കും. ഒരിക്കൽ ഒരു 5ാം മന്ത്രിസഭാ വിവാദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഗതി പറയുന്നത്. 5 സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അങ്ങോട്ട് കൊടുക്കുക, അവരതുകൊണ്ട് തൃപ്തിയായിരിക്കും. ഇനി 5 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ പറയുന്നില്ല, എന്തായാലും വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പലവിധ കാര്യങ്ങളും. നമ്മുടെ 2ാം നമ്പർ കാർ ഉണ്ടല്ലോ കേരള ഗവൺമെന്റിന്റെ, ആ 2ാം നമ്പർ കാറ് ലീഗിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇടണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. ആ രീതിയിലൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മിക്കവാറും ഒരു 2ാം മന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയോ മറ്റോ മിക്കവാറും കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്തവണ ഏറ്റവും കൂടുതൽ, ഏറ്റവും നന്നായിട്ട് തന്നെ ഒരു സംഖ്യ നമ്മുടെ ലീഗ് കൊടുത്തിട്ടുണ്ട് UDFന്. അതുകൊണ്ട് തന്നെ ഇതിനവർ അർഹരാണ്.
ഇതിലൊന്നും ഇങ്ങനെയൊന്നും എന്താ പറയുക, എണ്ണം ഇല്ലാത്ത സമയത്ത് പോലും 5 സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 5 സീറ്റ് ചോദിക്കുന്ന മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ സംഗതി തന്നെ അവസാനിക്കും. പിന്നെ ഏത് വേണം എന്നുള്ള തല്ലുകളാണ്, അതിനും കുറച്ച് ദിവസങ്ങളൊക്കെ പിടിക്കും. പിന്നെ അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 സീറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ഉണ്ട്, ഒരു 7 സീറ്റ് അവർക്കുണ്ട്. 7 സീറ്റിൽ മിക്കവാറും 2 മന്ത്രിമാരെങ്കിലും അവർ പ്രതീക്ഷിക്കുക. അപ്പോൾ 2 എണ്ണം തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടി വരും. അവിടെ ജോസഫ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. ജോസഫ് ഗ്രൂപ്പിന് എന്തായാലും 2 മന്ത്രിമാർ കിട്ടുമെന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ ജോൺ അവിടെ കിടക്കുന്നത്, മാണി സി കാപ്പൻ, അങ്ങനെ അർഹതയുള്ള ഒരുപാട് ആളുകൾ അവിടെ വീണ്ടും 3-4 ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടി വീതിച്ചു കൊടുക്കാൻ ആകെ 9 സീറ്റ് ഉണ്ടാവുള്ളൂ. ഒരു 10-11 എണ്ണമെങ്കിലും കോൺഗ്രസ് സ്വന്തമായിട്ട് വേണ്ടേ, ബാക്കിയുള്ളതിലല്ലേ വീതിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു വീതിക്കലെല്ലാം കൂടിയിട്ട് കഴിഞ്ഞു വരുമ്പോഴേക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 മാസം പിടിക്കും. ആ 1.5 മാസവും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പിണറായി വിജയൻ്റെ ഒരു നിഴൽ ഗവൺമെൻറ് ആണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിഴൽ ഗവൺമെൻറ്റാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങി, പിണറായി വിജയൻ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ, ഏത് ബബായ്.